ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 56-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വചനം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഓരോ ദൈവമക്കളും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു സന്ദേശമാണിത്. ദൈവം എനിക്ക് അനുകൂലം എന്നുള്ളത്. എന്തെല്ലാം പ്രതിബന്ധങ്ങളെ നീ ഫേസ് ചെയ്യേണ്ടി വന്നാലും പ്രതിബന്ധങ്ങളിൽ പതറാതെ നിൽക്കുവാൻ ഹൃദയത്തിന് ധൈര്യം തരുന്ന ഒരേ ഒരു വചനം മതി. ആ വചനം ഇതായിരിക്കട്ടെ: ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. നീ രോഗിയാണോ? കടബാധ്യതയുള്ള വ്യക്തിയാണോ? ശാപത്തിന് അടിമയാണോ? പൈശാചിക പിടിയിൽ ബന്ധിക്കപ്പെട്ടയാളാണോ? നിന്നോട് ദൈവം സംസാരിക്കുക. സാഹചര്യത്തിന്റെ സമ്മർദ്ദം നിന്റെ ലൈഫിനെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്തൊരു വചനം പോലെ നിന്റെ ഉള്ളിൽ കിടക്കണം: ദൈവം എനിക്ക് അനുകൂലമാണ്. പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ചോദിക്കുകയാണ്: ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലമാര്? പൗലോസിന്റെ ശുശ്രൂഷ കാലയളവിൽ പൗലോസിനെയും ശീലാസിനെയും ഒരിക്കൽ പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് കാലുകൾ ആമത്തിലിട്ട് പൂട്ടി ബന്ധിച്ചു. സാഹചര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റിയതല്ല, സാഹചര്യങ്ങൾ അനുകൂലമല്ല. പക്ഷെ ഭക്തന്റെ ഉള്ളിൽ ഉറപ്പുണ്ട്: സാഹചര്യം പ്രതികൂലമാ, പക്ഷെ ദൈവം അനുകൂലമാണ്. ഒരു ദൈവവൈതന്റെ സന്തോഷവും സംതൃപ്തി എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ദൈവം അനുകൂലമാണെന്നുള്ള ചിന്ത അവന്റെ മനസ്സിനെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ ധൈര്യപ്പെടാൻ തുടങ്ങും. ചിലരെ കണ്ടിട്ടില്ലേ, എത്ര വലിയ പ്രതിസന്ധിക്ക് നടുവിൽ ഒരു ചിരിച്ച് സന്തോഷവാന്മാരായി ആനന്ദത്തോടെ ജീവിക്കുന്നു. അവരുമായി അല്പനേരം നിങ്ങളൊന്ന് സംസാരിച്ചാൽ അവര് പറയുന്ന ഒരേ ഒരു ദൂതേ കാണത്തുള്ളൂ: ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ഞാൻ അറിയും. ഇന്ന് മനസ്സ് പതറി, ശരീരം അസ്വസ്ഥമായി, ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളുടെ നടുവിൽ വിഷമിച്ചിരിക്കുന്ന നിന്നോട് ദൈവം സംസാരിക്കുക. 1000 വട്ടം പറഞ്ഞു നിന്റെ മനസ്സിനെ സമ്മതിപ്പിക്കണം: ദൈവം എനിക്ക് അനുകൂലം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയാ: ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാണെന്നും പ്രതിബന്ധങ്ങളെ ഞങ്ങൾ വകവെക്കാതെ മുന്നോട്ട് പോകണമെന്നും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവം അനുകൂലമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും ദൈവം അനുകൂലമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു.